അടിസ്ഥാനമില്ലാത്ത സംശയം ക്രൂരതയാണെന്നും സംശയരോഗമുള്ള ഭർത്താവ് വിവാഹ ജീവിതം നരകമാക്കുമെന്നും കേരള ഹൈക്കോടതി. ഭർത്താവ് പുറത്തു പോകുമ്പോൾ മുറി പൂട്ടുകയും തന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും ഭർത്താവ് ഉള്ളപ്പോഴല്ലാതെ ഫോൺ ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നുമുള്ള ഭാര്യയുടെ ഹർജിയിൽ വിവാഹമോചനം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാര്യയുടെ വിശ്വസ്തതയെ സംശയിക്കുന്ന ഭർത്താവ് അവരുടെ ആത്മാഭിമാനവും സമാധാനവുമാണ് നശിപ്പിക്കുന്നതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഇത്തരത്തിൽ ഭർത്താവിന്റെ സംശയം മൂലമുണ്ടാകുന്ന പെരുമാറ്റം അനുഭവിക്കുന്ന ഭാര്യയ്ക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയണമെന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തെളിവ് ഹാജരാക്കിയില്ല എന്നതിന്റെ പേരിൽ ഹർജികൾ തള്ളിക്കളയാനാകില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പരസ്പര വിശ്വാസമാണ് വിവാഹത്തിന്റെ ആത്മാവ്. ഭർത്താവ് അകാരണമായി വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും സംശയിക്കുകയും ചെയ്യുന്നത് ഭാര്യയ്ക്ക് വലിയ മാനസിക വേദനയും അപമാനവും ഉണ്ടാക്കുമെന്നും കോടതി പറഞ്ഞു. 2013 വിവാഹിതരായ ദമ്പതികളുടെ വിവാഹമോചന ഹർജിയാണ് കോടതി പരിഗണിച്ചത്. വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചെങ്കിലും തെളിവില്ലെന്ന പേരിൽ അനുവദിച്ചില്ല. തുടർന്നാണ് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹ സമയത്ത് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ. എന്നാൽ വിവാഹശേഷം ഭാര്യയോട് ജോലി രാജിവെച്ച് വിദേശത്തുള്ള തന്റെ അടുത്തെത്താൻ ഭർത്താവ് ആവശ്യപ്പെട്ടു. വിദേശത്ത് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു ഭർത്താവ് ഭാര്യയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ വിദേശത്തെത്തിയതോടെ ഭർത്താവിന്റെ സംശയരോഗം വെളിപ്പെട്ടെന്നും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിരുത്സാഹപ്പെടുത്തിയെന്നും ഭാര്യ പറയുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉപദ്രവിച്ചിരുന്നതായും തന്റെ മാതാപിതാക്കളെ വരെ അധിക്ഷേപിച്ചിരുന്നതായും ഭാര്യ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം ഭർത്താവ് നിഷേധിച്ചെങ്കിലും ഇത് കോടതി അംഗീകരിച്ചില്ല.